ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തങ്ങളുടെ മധ്യനിരയിലേക്ക് അർജന്റീൻ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ചെൽസി ഒരു ഡെഡ് ലൈൻ അവരുടെ മുന്നിൽ വച്ചിരുന്നു. അതായത് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് 120 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഓഫർ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുപോകാം എന്നായിരുന്നു ചെൽസി മാഞ്ചസ്റ്റർ സിറ്റിയെ അറിയിച്ചിരുന്നത്. ആ ഡെഡ് ലൈൻ ഇന്നലത്തോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി 120 മില്യൺ പൗണ്ടിൻ്റെ ഓഫർ നൽകിയിട്ടില്ല. ഇതോടുകൂടി ആ അവസരം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. അതായത് 120 മില്യൺ പൗണ്ടിന് എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഇനി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ആ അവസരം അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് ബെൻ ജാക്കബ്സ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഇനി താരത്തിന് വേണ്ടി ശ്രമിക്കുമോ അതല്ലെങ്കിൽ ഓഫറുകൾ നൽകുമോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ചെൽസിയുടെ ആഗ്രഹം എൻസോ ഫെർണാണ്ടസ് ക്ലബിനകത്ത് തുടരണം എന്നുള്ളതാണ്. ഈ സീസണിൽ എൻസോ ചെൽസിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഉണ്ടാകണം. അത് സംഭവിക്കും എന്നാണ് ചെൽസി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ചെൽസിയും എൻസോ ഫെർണാണ്ടസും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെൽസി വിടാൻ എൻസോ തീരുമാനിച്ചത്. പക്ഷേ വേണ്ടത്ര ഓഫറുകൾ അദ്ദേഹത്തിന് വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. റയലിന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ റയൽ ഓഫറുകൾ നൽകിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട്, അവരും ഓഫറുകൾ നൽകിയിട്ടില്ല. വലിയ തുകയാണ് ചെൽസി ഈ താരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അതാണ് കാര്യങ്ങളെ സങ്കീർണമാക്കുന്നത്. ഏതായാലും മിക്കവാറും എൻസോ ഫെർണാണ്ടസ് ഇത്തവണയും ചെൽസിയിൽ തന്നെ തുടരാനാണ് സാധ്യത. ചെൽസിയും അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുമോ അതല്ലെങ്കിൽ വലിയ ഓഫർ നൽകുമോ എന്നുള്ളത് വ്യക്തമല്ല. ഇനി എൻസോ ഫെർണാണ്ടസ് ചെൽസിയുടെ ഭാഗമായിക്കൊണ്ട് തുടരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ ബെൻ ജാക്കബ്സ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.